നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ബോട്ട് കമ്പനിയുടെ ഒരു ഇയർബഡ് ടൈപ്പ് ഹെഡ്സെറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ പേര് എയർഡോപ്സ് 141 എന്ന് പറയുന്ന സീരീസ് ആണ്. അപ്പം ഞാനിത് ആക്ച്വലി ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരു മാസം ആയിരിക്കുന്നു. അപ്പം ഞാനിതൊന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പം ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നി. അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബ്ലൂടൂത്ത് സീരീസ് എന്ന് പറയുന്നത് V5.1 ആണ്. അതുപോലെ തന്നെ ഇത് ഒരു ടൈപ്പ് സി ചാർജർ കേബിളാണ് ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 5 മിനിറ്റ് ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 75 മിനിറ്റ് പ്ലേ ബാക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ പ്ലേ ബാക്ക് എന്ന് പറയുന്നത് മ്യൂസിക് പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് 45 മണിക്കൂർ വരെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്വിക്ക് റെസ്പോൺസ്, ഇംപ്രസീവ് ഓഡിയോ, അതുപോലെ തന്നെ സ്വെറ്റ് റെസിസ്റ്റൻസ്, IWP ടെക്നോളജി, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പം എനിക്ക് ഇത് വളരെ കംഫർട്ടായിട്ട് തോന്നി. നല്ലൊരു ഓഡിയോ ക്വാളിറ്റി, ഒപ്പം നല്ലൊരു എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്റ്റ് ആകാനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് കണക്റ്റ് ആകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് CTCയിൽ ജസ്റ്റ് പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പ്ലേ ആകുന്നു. നല്ലൊരു ബാറ്ററി സ്റ്റാൻഡ് ബൈ തരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമുക്ക് ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഇത് ഇയർബഡ് വെക്കാനുള്ള കേസ്, ഇയർബഡ്, അതുപോലെ തന്നെ നമുക്കൊരു സി ടൈപ്പ് കേബിൾ, ഇത്രയും കാര്യങ്ങൾ, പിന്നെ ഒരു മാനുവൽ, ഇതിൻ്റെ പുറകിലുള്ള ബോട്ടിൻ്റെ മാനുവൽസ്, ബോട്ടിൻ്റെ സ്റ്റിക്കർ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഈ കേസ് നല്ലൊരു ബിൽഡിംഗ് ക്വാളിറ്റിയോട് കൂടി അതിമനോഹരമായിട്ടാണ് ഇതൊരു ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഓപ്പൺ ആവുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പകുതി ഹാഫ് അടച്ച് കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഇത് അടയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് പോയിൻറ്റ് കാണാൻ സാധിക്കും. 4 പോയിൻ്റാണ് LED ലൈറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 3 പോയിൻ്റാണ് ചാർജ് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഈ കേസ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇത് കണ്ടോ, നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ലെഫ്റ്റ് ഇയറിലാണ് വെക്കേണ്ടത്, ഇത് റൈറ്റ് ഇയറിൽ വെക്കേണ്ട ഇയർബഡാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇയർബഡ് ഇതിൻ്റെ അതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. നമ്മൾ സിമ്പിളായിട്ട് ഇത് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അതൊന്ന് ഊരി വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പം ഒരു ഇയർബഡ് ഊരിയിട്ടുണ്ട്. ഇവിടെ L എന്ന് പറഞ്ഞ് കാണാം. ഇതിൻ്റെ അകത്തും ഇവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ലെഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിലാണ് ഇവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഇയർബഡിൻ്റെ ഈ ഒരു റബ്ബറൊക്കെ നല്ല കംഫർട്ടായിട്ട് നമ്മുടെ ചെവിയിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ബിൽഡിംഗ് ക്വാളിറ്റി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് കളറിലാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ഈ CTC എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഇയർബഡ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു കവറിൽ നിന്ന് ഊരി കഴിയുമ്പോൾ, ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ബ്ലൂടൂത്ത് മോഡിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് കണക്റ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് പൗസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വീഡിയോ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും പൗസ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡിൽ ഇപ്പോൾ ഒരു സോങ് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകണമെങ്കിൽ ഇതിലൊരു ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അതിലൊന്ന് 3 സെക്കൻഡ് ഒന്ന് ഞെക്കി പിടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് ഒരു ചെറിയൊരു പീപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ പ്ലേ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സോങ് പ്ലേ ആകുന്നതായിരിക്കും. ബാക്കിയുള്ള വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ വീഡിയോ പറഞ്ഞ് നമുക്ക് പ്ലേ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഒരു 5 സെക്കൻഡിന് എബോവ്, ഏകദേശം 8 സെക്കൻഡ് വരെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആകുന്നതായിരിക്കും. അപ്പം ഈ ഒരു മെത്തേഡിൽ വളരെ കംഫർട്ടാണ്. ജസ്റ്റ് ഇത് ഈ ഒരു കവറിൽ നിന്ന് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് ഇത് ബ്ലൂടൂത്ത് കണക്ഷൻ എടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് 10 മീറ്റർ റേഞ്ചിൽ നല്ല ക്വാളിറ്റിയിൽ സൗണ്ട്സ് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിത് ചെവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചാടി പോകുന്നില്ല, നല്ല കംഫർട്ടായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെവിയിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേനും ബ്ലാക്ക് കളറാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. നല്ല കംഫർട്ടാണ്, ഒരു ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. നല്ല ബാറ്ററി സ്റ്റാൻഡിങ് പ്ലേ ബാക്ക് ടൈം പ്രൊവൈഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വീക്കിലിയിലൊക്കെ ഒരു ദിവസം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു 2-3 മണിക്കൂർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫുൾ വീക്കിലേക്ക് നമുക്കിത് പ്ലേ ബാക്ക്
ചാർജിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയതിന് ശേഷം ഒന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അൺബോക്സ് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1399 രൂപയ്ക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. നിങ്ങൾ ബോട്ടിൻ്റെ ഇയർബഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും. അവിടെ പോയി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാനിത് വാങ്ങി നല്ല ക്വാളിറ്റി ഞാൻ കണ്ടു, ഉപയോഗിക്കാൻ നല്ല കംഫോർട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു എയർഡോപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൊണ്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത്. ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.